ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യനെയും നയനയും ജലജേനയാണ്. അങ്ങനെ നമ്മുടെ നയന വന്ന് ചോദ്യം ചെയ്യുകയാണ്, എന്തിനാണ് നവ്യേച്ചി ആ കുഞ്ഞിനോട് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കുടുംബത്തിൽ താമസിക്കുന്നവരാണ്. അപ്പൊ ആ കുഞ്ഞ് നവ്യേച്ചിയുടെ കുഞ്ഞിന്റെ റൂമിൽ വരും, സംസാരിക്കും, ആ കുഞ്ഞിനെ കൊഞ്ചിക്കും. അതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കുട്ടികളോടാണല്ലോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ നിർത്ത് നയനെ, നീ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരു കുട്ടി പോലും, ഏത് കുട്ടി, ആരുടെ കുട്ടി? നിന്റെ ഭർത്താവിന്റെ അവിഹിതത്തിലുള്ള കുട്ടി. അതല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ കാര്യം. ഞാനൊരു കാര്യം പറയാം, നീ നിന്റെ ഭർത്താവിനെ അത്രയ്ക്ക് നല്ലവനാക്കിയൊന്നും വെക്കരുത് നയനെ. നീ ഇതെന്ത് കണ്ടിട്ടാ ഈ കിടന്ന് തുള്ളുന്നത്? സ്വന്തം കുഞ്ഞല്ല, കണ്ടവളുടെ കുഞ്ഞ്. അതിനെ കേറ്റിക്കൊണ്ട് വന്നിട്ട് അതിനെ സ്വന്തം കുഞ്ഞായിട്ട് വളർത്തുന്ന നീ വെറും മന്ദബുദ്ധി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജലജയം പറയാണ്, അല്ലെങ്കിൽ ഇവള് പണ്ടേ മന്ദബുദ്ധിയാണല്ലോ, ഇവൾക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അല്ല, ഇവളിപ്പോ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെയൊക്കെ ഇവളെ ഇറക്കി വിടുന്ന്. ഇറക്കി വിടട്ടെ, ഇവള് ഇറക്കി വിടുന്നൊന്ന് കാണണം. അല്ല, ചന്തുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ എന്തുമാത്രം ബന്ധവാടി നീയും ചന്തുമോളും ഉള്ളത്? അവിഹിതത്തിലുണ്ടായ ഒരു പെൺകൊച്ചത്. ആ കൊച്ചിന് എത്രത്തോളം ഇതുണ്ടാകുന്ന ഞങ്ങൾക്കറിയാം. അവിഹിതം എന്നും അവിഹിതവാടി, അത് നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോ നിർത്ത്. ഇനി അപ്പച്ചി ഒരു അക്ഷരം സംസാരിക്കരുത്. മാത്രമല്ല ചേച്ചി, അപ്പച്ചിയുടെ കൂടെ കൂടി ഓരോ വാക്കുകൾ പറയുമ്പം സൂക്ഷിക്കണം. വാക്കുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മൂർച്ചയുള്ള വാക്കുകൾ അതിന്റെ ചങ്കിൽ കുത്തിയിറക്കുന്നത് പോലെയാ ഇപ്പൊ നവ്യേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നവ്യേച്ചി ഒന്ന് മനസ്സിലാക്ക്, എന്റെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കുട്ടിയെ ഞാൻ സ്വീകരിക്കുന്നതിന് നിങ്ങൾ ഈ പറഞ്ഞവർക്ക് പ്രശ്നം വരേണ്ട കാര്യമുണ്ടോ? അതിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോഴാണ് നവ്യ പറയുന്നത്, കാര്യമുണ്ടടി, ഞാൻ നിന്റെ ചേച്ചിയാടി. അതുകൊണ്ട് ഞാൻ പറയാ, അമ്മേനെ അച്ഛനെയൊക്കെ വേദനിപ്പിച്ചിട്ട് നീ എന്തിനാടി ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കാണുന്നത്? അതിന്റെ എന്താവശ്യമാണ് നിനക്കുള്ളത്? ഭർത്താവിനെ കരിവാരി തേക്കേണ്ട സമയത്ത് കരിവാരി തേക്കുക തന്നെ ചെയ്യണം. ഞാൻ കണ്ടില്ലേ, അഭി അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ തെറ്റാന്ന് ഞാൻ വിളിച്ചു പറയും. അല്ലാതെ എല്ലാം മൂടി വെച്ച് ഭർത്താവിനെ നന്മപരമാക്കി കാണിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഹബി ഏതായാലും ഇത്രയും തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പൊന്നു നയനെ, നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. മുഖം മൂടിയിട്ട് നടക്കുന്ന ചെന്നായ നിന്റെ ഭർത്താവ്. ആ ചെന്നായെ നീ വലിച്ചെറിയാൻ നോക്ക്. അല്ലെങ്കിൽ അതിന് കൊണ്ടായ കുഞ്ഞിനെ നീ വലിച്ചെറിയാൻ നോക്കേണ്ടത്. അതിന് വല്ല ഓർഫനേജിലും കൊണ്ടാക്കിക്കൂടെ നിനക്ക്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ അനന്തപുരി തറവാട്ടിൽ അതിനെ കൊണ്ടുവന്നത്? നിന്റെ ജീവിതവും എൻ്റെ ജീവിതവും ഒക്കെ നശിപ്പിക്കാനോ? എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്ഥാനം ഇപ്പൊ കിട്ടുന്നത് ആ പെങ്കൊച്ചിനാണ്. ഞാൻ സഹിക്കില്ലിത്. എനിക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല. വലിഞ്ഞു കയറിയൊന്നും വന്നതല്ലല്ലോ നമ്മളെ വിവാഹം കഴിച്ചു തന്നെയാണല്ലോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ എന്തിനാടി നീ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും നയനയോട് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ പറയുന്നുണ്ട്, അയ്യോ ഇവക്ക് പേടിക്കാനുണ്ടല്ലോ. ഇനിയിപ്പൊ ആദർശിനെ വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ട് അനന്തപുരി തറവാട്ടിലെ സ്ഥാനം ഇവക്ക് നഷ്ടപ്പെടും. മൂർത്തീസ് ജ്വല്ലറിയുടെ മറ്റേ ചീഫ് സെക്രട്ടറി അല്ലേ, സോറി, എന്തുവാ എന്തുവായിരുന്നു, ഡിസൈനർ അല്ലേ, ചീഫ് ഡിസൈനർ, അങ്ങനെ കണ്ടല്ലേ പറയുന്നത്. അപ്പം ആ സ്ഥാനം നിനക്ക് നഷ്ടപ്പെടും. എല്ലാം നിനക്ക് നഷ്ടപ്പെടും. അപ്പൊ പിന്നെ കെട്ടിയോനെ വെള്ളപൂച്ച് നിർത്താണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവക്കും അറിയാം മോളെ നവ്യെ, ഇവളുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇവള് ചുമ നാടകം കളിക്കുന്നതാ. നിർത്തുന്നുണ്ടോ അപ്പച്ചി? ഇനി എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത്. എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്കില്ല. എൻ്റെ ഭർത്താവ് ആരാണ്, എന്താണ്? എൻ്റെ ഭർത്താവ് എന്തിനാണ് ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നത്? ആ കുട്ടി ആരുടെ കുട്ടിയാണ് എന്നൊക്കെ നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. അത് ആദർശേട്ടൻ്റെയും എൻ്റെയും കുട്ടി തന്നെയാണ്. അത് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു നാണക്കേടുമില്ല. പിന്നെ എൻ്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസമുണ്ട്, അത് മാത്രം മതി. നിങ്ങൾ ആരും കൂടുതൽ എൻ്റെ ഭർത്താവിനെ വിശ്വസിക്കണ്ട. പിന്നെ ഒരു കാര്യം പറയാം, ഒരു ദിവസം ഈ പറയുന്നതൊക്കെ തിരിച്ചെടുക്കേണ്ടി വരും. അത് നവ്യേച്ചി മറക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നയനെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴത്തേക്കാണെങ്കിൽ നവ്യ പറഞ്ഞു, ഇവക്ക് ഇത് എന്തിന്റെ കേടാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം, എന്തിന്റെ കേടാന്ന് എനിക്കറിയാം മോളെ നവ്യെ, നിന്റെ കുഞ്ഞിനെ എല്ലാവരും സ്നേഹിക്കും. ആ ഒരു സമയത്തെ ഇവക്ക് നെഞ്ചിടിക്കും. കാരണം എന്താണ്? ഇവക്കൊരു കുഞ്ഞില്ലല്ലോ. ആർക്കറിയാം ഇവക്കാണോ പ്രശ്നം എന്ന്? മിക്കവാറും ഇവക്ക് തന്നെ ആയിരിക്കും പ്രശ്നം. മിക്കവാറും കുഞ്ഞുണ്ടാകാനും ചാൻസ് ഇല്ല. നിന്റെ അനീതി ആയതുകൊണ്ട് പറയല്ല.
കുഞ്ഞുണ്ടാകാത്തത് കൊണ്ടേ മിക്കവാറും ഇവന്റെ കുഞ്ഞിനെ അങ്ങ് ഏറ്റെടുത്തതായിരിക്കും, ഇവക്കും വേണ്ട ഒരെണ്ണത്തിനെ കൊഞ്ചിക്കാനായിട്ട്. നീ പറയുന്ന പോലെ അല്ലടി, നിന്റെ അനിയത്തിക്ക് നിന്നോട് അസൂയയും കുശുമൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ട് കൊടുത്തത് നീയാണെന്നുള്ള ഇത് വരാൻ പാടില്ല. ഇനിയിപ്പൊ അങ്ങനെ വരില്ലല്ലോ. ആദ്യത്തെ കുഞ്ഞ് കേറി ഇറങ്ങി നടക്കുന്ന ചന്തമോളല്ലേ. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അനിയത്തി ഇപ്പോഴും ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ സ്വന്തം കുഞ്ഞായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതൊന്നും അറിയാത്തൊരു പൊട്ടിയായി പോയിട്ട് നീ എന്നും പറഞ്ഞുകൊണ്ട് ജലജ കുറച്ച് എരിവൊക്കെ കയറ്റി വെച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ജലജ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. സ്വന്തം മകനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. രണ്ടും കൽപ്പിച്ച് ആദർശിനെ വിളിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ആദർശിനെ അല്ല, സോറി, കിരണിനെ വിളിക്കുകയാണ്. കിരണ് ആദർശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ അങ്ങനെ കണ്ട് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളാണല്ലോ നമ്മുടെ ആദർശിന്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് കിരൺ. അപ്പൊ കിരണിനെ വിളിച്ചിട്ട്, മോനെ കിരണെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാം. അപ്പം പറഞ്ഞു, എന്താ ആന്റി ഇത്ര പെട്ടെന്ന് കാണണം എന്നൊക്കെ പറയുന്നത്? അതിന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മോനെ. നമ്മൾ എന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, എന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലമല്ല, നമ്മൾ മീറ്റ് ചെയ്യാറുള്ള സ്ഥലമില്ലേ, ആ ടൗൺ ഹാളിൽ വെച്ച് എനിക്ക് മോനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പം, അതിനിപ്പോ എന്താ ആന്റി, ഞാൻ അങ്ങോട്ടേക്ക് വരാമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അതുപോലെ ദേവയാനി അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ കിരണിനെ കാണുകയാണ്. അപ്പൊ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, കിരണെ മോനെ, ഞാൻ നിന്റെ പുറകെ ഉണ്ട്, നീ ഏതായാലും അവിടെ നിൽക്കാൻ പറയുന്നു. അങ്ങനെ ഒരു പ്രദേശം, ഒരു നല്ല വിജനമായ ഒരു പ്രദേശത്ത് വെച്ചിട്ട് നമ്മുടെ കിരണിനെ കാണുകയാണ്. അങ്ങനെ ദേവയാനി ഇറങ്ങി വന്നിട്ട്, അല്ല മോന് സുഖമാണോ? എന്തേ, കല്യാണി സുഖമായിട്ടിരിക്കുന്നോ? കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ? ആന്റി എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ആന്റി. അല്ല ആന്റി എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ വേറൊന്നുമല്ല, സത്യങ്ങളൊക്കെ എനിക്ക് അറിയണം, അറിഞ്ഞേ പറ്റൂ. അറിയാലോ, അനന്തപുരി തറവാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മോൻ അറിയാലോ. അറിയാം ആന്റി, പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഈ അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടി നിങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടോ? കിരണും ആദർശം ഒരുമിച്ച് പഠിച്ചവരല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അനഘേനെ? നിനക്കറിയാമോ? അത് പിന്നെ ആന്റി, അനഘയെ എനിക്കറിയാം. അനഘയെ എനിക്ക് അറിയാമോ എന്ന് ചോദിച്ചാല്, സത്യത്തിൽ എനിക്ക് ആ പെൺകുട്ടീനെ അറിയില്ല. അപ്പൊ നിനക്കും ആ പെൺകുട്ടീനെ അറിയില്ല. സാധാരണ എല്ലാ കാര്യങ്ങളും ആദർശം നിന്നോട് തുറന്നു പറയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ കാര്യം മാത്രം തുറന്നു പറഞ്ഞില്ല? ഈ അനഘ എന്ന പെൺകുട്ടി നിങ്ങളുടെ കൂടെ അല്ല പഠിച്ചതെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം തുറന്നു പറയണതാണെന്ന് എനിക്കറിയാം. അനിയോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാനായിട്ട് ആദർശന് കഴിയും കിരണേ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വീട്ടിൽ വന്ന് കയറിയ ചന്തുമോള് അത് ആദർശിന്റെ കുഞ്ഞാണോ? എനിക്കറിയണം, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ എൻ്റെ മോനെ അവിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും എൻ്റെ മോനെ ഞാൻ വെറുത്തുകൊണ്ടിരിക്കുക. അതിന് ഒരു ചങ്ങല ഇടണമെങ്കിൽ എനിക്ക് ഈ സത്യങ്ങൾ അറിയണം. അല്ല മോനെ, പറ, സത്യം പറ. എന്താ സത്യം? എന്താ സത്യാവസ്ഥ? അനഘ ആരാണ്? ചന്തുമോള് ആദർശിന്റെ കുഞ്ഞാണോ? അത് പിന്നെ ആന്റി, ഞാനത് എങ്ങനെയാ പറയാ? ആദർശ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. മൂർത്തി മുത്തശ്ശൻ, അതായത് അനന്തപുരി തറവാട്ടിലെ തലമൂത്ത കാർന്നവര്, ആ മൂർത്തി മുത്തശ്ശൻ ആദർശിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആദർശിന്റെ കുഞ്ഞല്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, മതി മോനെ, ഇത് മതി, ഇതിൽ കൂടുതൽ എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നയനയോട് വേണമെങ്കിൽ ചോദിച്ചറിയായിരുന്നു. പക്ഷെ എനിക്ക് നയനയുടെ വായിൽ നിന്ന് തന്നെ ബാക്കി കേൾക്കണം, സത്യങ്ങൾ അറിയണം. അതുകൊണ്ട് മോൻ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം ആദർശിന്റെ കുഞ്ഞല്ല ചന്തുമോളെന്ന്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നയനയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അതുകൊണ്ട് ഞാൻ നയനയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് നമ്മുടെ കിരണിന്റെ അടുത്തുനിന്ന് നേരെ നയനയുടെ അടുത്തേക്ക് പോവാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ കിരൺ പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കരുത്. ആ കുഞ്ഞൊരു പാവം കുഞ്ഞാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് അതിനെ വളർത്താൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ മോൻ്റെ കൂടെ ഞാനും കല്യാണിയും ആ കുഞ്ഞിനെ വളർത്തിക്കോളാം, ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് ഒരിക്കലും ആ കുഞ്ഞിനെ തള്ളിക്കളയരുത്, ഒരു അനാഥാലയത്തിൽ ഒന്നും കൊണ്ടാക്കരുതെന്ന് പറഞ്ഞപ്പം, ഇല്ല മോനെ, അത്രയ്ക്ക് ക്രൂരത കാണിക്കാൻ മാത്രം പിശാചിന്റെ മനസ്സുള്ളവളൊന്നും അല്ല ഞാൻ ആ കുഞ്ഞിനെ ഒരിക്കലും വെറുക്കുന്നില്ല. പിന്നെ ആദർശിന്റെ കുഞ്ഞാണല്ലോ എന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യമൊക്കെ വന്ന, അതൊക്കെ ശരിയാണ്. ഏതായാലും ഞാൻ നയനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നയനെ കാണാൻ വേണ്ടി പോവാണ്.
അപ്പം നൈനി ഫോൺ വിളിച്ചിട്ട് പറയാ, മോളെ നൈനി, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അമ്മേ, ഞാൻ എന്തു പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്? ഓ, നിനക്കാണോ നുണ പറയാനില്ലാത്തത്? അതേ, നീ നന്നായിട്ട് നുണ പറയുന്ന എനിക്കറിയാം, ഇപ്പൊ പ്രത്യേകിച്ച്. അല്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല, നീയേ ഒന്ന് പെട്ടെന്ന് ഇങ്ങ് വാ, ഞാനിവിടെ നിൽപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ട് നീ പെട്ടെന്ന് വരാൻ പറയാ, ആദർശിനെ അറിയിക്കരുത് എന്ന് പറയുകയും ചെയ്തു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന ആദർശിനോട് എന്തൊക്കെയോ കള്ളത്തരങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ദേവയാനി ആണെങ്കിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നയനയെ. ദേവയാനിക്ക് സത്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ നമ്മുടെ നയന വന്നു. നയന വന്ന ഉടനെ ചോദിച്ചു, എന്താ അമ്മേ, വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ ഇതിന് മാത്രം ഉള്ളത്, ഇവിടെ വിളിച്ചു വരുത്തിയത്? അത് പിന്നെ മോളെ, വേറൊന്നുമല്ല, നീ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിന്റെ സ്ഥാനത്താണ് കാണുന്നത്. കരൾ തന്ന് സഹായിച്ചു, എൻ്റെ മോനൊരു ജീവിതം കൊടുത്ത് സഹായിച്ചു. ദേ ഇപ്പൊ നീ ത്യാഗം ചെയ്ത് സഹായിക്കുന്നു, എൻ്റെ മോന് വീണ്ടും വീണ്ടും നീ ഒരു ത്യാഗം ചെയ്ത് സഹായിക്കുന്നു. അത് പിന്നെ അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? അല്ല, നീ ത്യാഗം ചെയ്യാണല്ലോ, നിന്റെ കുഞ്ഞല്ലല്ലോ ചന്തുമോള്, ആദർശ് മോന്റെ കുഞ്ഞാണല്ലോ, അപ്പൊ നീ ത്യാഗം ചെയ്താണല്ലോ ജീവിക്കുന്നത്. ശോ അമ്മേ, ആ കാര്യം വിട്, എന്തിനാ അത് കൂടെ കൂടെ സംസാരിക്കുന്നത്? എനിക്കറിയണം, അതെനിക്കറിയണം, ആ സത്യം എനിക്കറിയണം. ഞാൻ കിരണിന്റെ അടുത്തുനിന്നാ വരുന്നത്. കിരൺ എന്നോട് ഏറെക്കുറെ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എനിക്ക് മോളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. എൻ്റെ ആദർശ് മോൻ തെറ്റുകാരനാണോ, അവൻ്റെ മകളാണോ ചന്തുമോള്, എല്ലാം എനിക്കറിയണം. അത് പിന്നെ അമ്മേ, അതൊരു കാര്യം ചെയ്യാം, വാ നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ എവിടെ പോകണം? അത് ഞാൻ പറയാം, വാ അമ്മ വണ്ടി കയറ് എന്ന് പറഞ്ഞ് നേരെ അനഘയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി അനഘയെ കാണിക്കുകയാണ്. അനഘയെ കണ്ടതും നമ്മുടെ ദേവയാനി ഞെട്ടിപ്പോയി കേട്ടോ. എന്നിട്ട് പറയാണ്, ഇതാണ് ചന്തുമോള്, ഇതാണ് ചന്തുമോളുടെ അമ്മ. ഈ ചന്തുമോളുടെ അമ്മയുണ്ടല്ലോ, ഒരക്ഷരം മിണ്ടില്ല, സംസാരിക്കില്ല ഈ ചന്തുമോളുടെ അമ്മ. എപ്പോഴാണ് മരണത്തെ ഇങ്ങനെ കാത്തു കിടക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് ഇപ്പം. ചലിക്കാനാകാതെ, ഒന്നും പറയാനാകാതെ, മനസ്സിൽ വിഷമമെല്ലാം ഒതുക്കി വെച്ച് കിടക്കുന്ന വെറും ഒരു ശരീരം മാത്രമാണ് ഈ കിടക്കുന്ന അനഘ. അത് അമ്മയൊന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടി തുടങ്ങിയതാ. പക്ഷെ എന്തോ യാദൃശ്ചികവശാൽ, എന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും അനക്ക് ജീവൻ മാത്രം തിരിച്ചു കിട്ടിയത്. വാ, ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അനഘയെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മുടെ ദേവയാനിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് വീണ്ടും നയന. അങ്ങനെ നമ്മുടെ നയനയോട് പറയാ, എനിക്ക് അനഘേനെ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നുകയാണ്. അല്ല മോള്, ഞാൻ ചോദിച്ചതിന് ഇതുവരെ ആൻസർ തന്നില്ല എന്ന് പറയുമ്പം അനഘേനെ കണ്ടത് സത്യമാണല്ലോ, യാഥാർത്ഥ്യമാണല്ലോ, അമ്മയുടെ മനസ്സിന് വേദന തോന്നിയതും യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ പിന്നെ ആദർശേട്ടനല്ല ചന്തുമോളുടെ അച്ഛൻ, അതും യാഥാർത്ഥ്യം തന്നെയാണ്, അതും സത്യം തന്നെയാണ്. ഓ, അപ്പം മോള് പറഞ്ഞു വരുന്നത് എൻ്റെ ആദർശം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? അതെ, അതെ, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ മകനെ എന്നും അമ്മ നല്ലതുപോലെ വളർത്തിയിരിക്കുന്നത്. ആ ഗുണം വലുതായപ്പോഴും ആദർശേട്ടൻ കാണിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ മുഖത്ത് അനാവശ്യമായിട്ട് നോക്കുക പോലും ചെയ്തിട്ടില്ല. അറിയാലോ, വിവാഹം കഴിഞ്ഞിട്ട് എന്നെ പോലും ഉൾക്കൊള്ളാനായിട്ട് ആദർശേട്ടന് കഴിഞ്ഞിട്ടില്ല. ആദർശേട്ടൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലമ്മ, അത് ഞാൻ ഉറപ്പ് തരിക. പിന്നെ DNA ടെസ്റ്റ് ഒക്കെ നടത്തി, അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് വിശ്വസിക്കാന്ന് പറഞ്ഞപ്പം, ആണോ? അല്ല മോളെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ ആദർശ് ഇതെല്ലാം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത്? അതിനും ഒരു കഥയുണ്ട്. അതിനും ഒരു കഥയല്ല, അതൊരു വലിയ കഥ തന്നെയാണ്. അല്ല, അനഘ പറഞ്ഞിരുന്നല്ലോ, അനന്തമൂർത്തിയിൽ ഒരു കൊച്ചുമകനാണ് തൻ്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന്. ആ കൊച്ചുമകൻ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ തന്നെയാണ്. ആ കൊച്ചുമകനെ അനന്തപുരി തറവാട്ടിൽ തന്നെയാണുള്ളത്. അല്ല, അപ്പൊ ആരാ? ആദർശേട്ടൻ അല്ലെങ്കിൽ പിന്നെ രണ്ടു കൊച്ചുമകനാണല്ലോ ഉള്ളത്. അനിയല്ല, അപ്പൊ പിന്നെ ആരായിരിക്കും? അഭി തന്നെയാണ് ആ കൊച്ചുമകൻ. ഇത് കേട്ടതും നമ്മുടെ ദേവേനി വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, ബാക്കി വിശേഷം നമുക്ക് പിന്നെ കേൾക്കാട്ടോ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് ഞാൻ ഇന്ന് രാത്രി വൈകിട്ട് പ്രമോ വിശേഷത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുകയാണ്. ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയോളൂ, അടിപൊളി വിശേഷമാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.